സോ ഇന്ന് മാളുവിന്റെ വണ്ടിയുടെ ചെലവിന് പോവാട്ടോ. സോറി, ട്രീറ്റ്. ചെലവ് തരുമോന്നല്ല ചോദിക്ക. സോ ഞങ്ങൾ അന്വേഷിച്ച് അവസാനം പനമ്പള്ളി തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാ പ്ലാൻ പറഞ്ഞേ? ചെറുതായിട്ട് കഴിക്കുന്നു, ലൈറ്റ് ആയിട്ട് കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡെസേർട്ട് കഴിക്കുന്നു. ദാഹം മാറ്റാനായിട്ട് ഷേക്ക് കുടിക്കാനായിട്ട് നമുക്ക് ഇവിടെ പോവാം, കാരവനിൽ പോവാം. ഓക്കെ, ഈ ആഴ്ചത്തെ 3ാമത്തെ കാരവനാട്ടോ. ഞങ്ങൾ ആക്ച്വലി വെറൈറ്റി തപ്പി പോയി അവസാനം എന്നും വരുന്ന മിങ്സ് വോക്കിലേക്കാണ് പോകുന്നത്. തീരെ തിരക്കില്ലെന്ന് തോന്നുന്നു. ഭാഗ്യം, സീറ്റ് ഉണ്ട്. വേണ്ടി റിസർവ് ചെയ്ത് വെച്ച സ്ഥലം. ചൈനീസ് ചോപ്സ് കൊണ്ട് എന്താ വേണ്ടേ? ഇത് ഇവിടുത്തെ ഞങ്ങളുടെ ഫേവറേറ്റ് ഡ്രിങ്ക് ആണ്, പാഷൻ ഫ്രൂട്ട്. എന്താ ആക്ച്വലി ചുമ്മാ പാഷൻ ഫ്രൂട്ട് ഡ്രിങ്ക് അല്ലേ? നമ്മുടെ സൂപ്പ് വന്നിട്ടുണ്ട്. ആക്ച്വലി താലുമൻ സൂപ്പാണ്. ഇത് ചിക്കനും അത് വെജും. ഇത് മാഞ്ചോ സൂപ്പ്. എങ്ങനെയുണ്ട്? മാഞ്ചോ അല്ലേ? പിന്നെ മംഗോളിയൻ ഹോട്ട് പോട്ട് സൂപ്പ്. ഇത് ആക്ച്വലി ഇവിടുത്തെ ഭയങ്കര നല്ലതാണെന്നാണ് കേട്ടോ ആള് പറഞ്ഞത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് മാളു? ആയിക്കൊണ്ട് എങ്ങനെയുണ്ട്? നല്ലാണോ? സോ നമ്മുടെ സ്റ്റാർട്ടർ എത്തിയിട്ടുണ്ട്. ഇത് എന്ത് പനീറായിരുന്നു? എന്തോ ഒരു പനീർ വിത്ത് റെഡ് ചില്ലി സോസ്. ഇത് മാളുവിന്റെ ചിക്കൻ. കമ്മോൺ മാളു, പൊളിക്കാം അങ്ങോട്ടെ. ഇന്ന് വണ്ടി ഭയങ്കര ചിയേഴ്സ്. ഓ കമ്പി കാരണം. നൈസല്ലേ പനീർ? ഇത് നല്ല കിടില സാധനമാണോ? നല്ല കോട്ടി. സോ ഇത് ചൈനീസ് ചോപ്സി. ഇതാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് സാധനം ഇവിടുത്തെ. ഇത് ഫുള്ള് കഴിക്കാൻ പറ്റും ഞാൻ വെറുതെ പറഞ്ഞു, കണ്ടിട്ട് ഇപ്പൊ തന്നെ വയറ്. വാട്ടർ ഇൻ ദ സെൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് മാറ്റണം. കഴിച്ചു നോക്കാം. പൊളി. ഇത് വെജാണ്. ഫോർ നോൺ വെജ് പീപ്പിൾ ആക്ച്വലി യു ക്യാൻ ട്രൈ ചിക്കൻ. ഭയങ്കര അടിപൊളിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അറിയില്ല. ലൈക്ക് സ്പൈസി അല്ല, ഒരു മൈൽഡ് ടേസ്റ്റാണ്. ഇത് നോർമൽ എഗ് നൂഡിൽസ് ആണ്. അടിപൊളി. ഇനി നമുക്ക് ഡെസേർട്ട് കഴിക്കാം. സോ നമ്മള് വന്നേക്കുന്നത് ക്രിസ്പി കേൾസിലാണ്. പനമ്പിള്ളിയിലുള്ള മനോരമ ജംഗ്ഷനിലുള്ളതാണ്. മനോരമ ജംഗ്ഷനിലുള്ള ക്രിസ്പി റോൾസ്. ക്രിസ്പി കേൾസ്. ഷോപ്പ് ക്ലോസ് ചെയ്ത കാരണം കഴിക്കാൻ പറ്റിയില്ല, ശശിയായി. നമുക്ക് തിരിച്ചു പോവാം. ഇനി നമ്മൾ എന്താ കഴിക്കണ്ടേ? എന്നാ അത് കഴിച്ചാലോ? വേൾഡ് ഓഫ് ചോക്കോച്ചി ചോക്ലേറ്റ്സ്, അത് കഴിക്കാം. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ കൊറേ ചോക്ലേറ്റ്സ് ഇങ്ങനെ. ഇത് കൊള്ളാലോ.
ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട്. ഇതെന്താ? സ്ട്രോബെറി ചോക്ലേറ്റ്. അതില് വൈറ്റ് ഉണ്ട്, ഡാർക്ക് 7ന്റെ ഷുഗർ ഉണ്ട്. ഇത് 4th ടൈപ്പ് ചോക്ലേറ്റ് ആണ്. അതായത് വൈറ്റും ഡാർക്കും മിൽക്കും കഴിഞ്ഞാൽ പിന്നെ കൊക്കോയുടെ ഒറിജിനൽ കളറാണ്. കളർ ആഡ് അല്ല. കഴിച്ചു. നോ ആഡഡ് ഷുഗർ. കഴിച്ചൊക്കെ എങ്ങനെയുണ്ട്? മധുരം ഉണ്ടോ? ഇത് കൊള്ളാം. നോ ആഡഡ് ഷുഗർ ചോക്ലേറ്റ്. അതായത് ഏകദേശം 10% ഷുഗർ വരും. അതിൽ പിന്നെ നമ്മള് മാൾട്ടിട്ടോളാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇപ്പൊ ഈ ഡെയിലി ഡാർക്ക് ചോക്ലേറ്റ് കൺസ്യൂം ചെയ്യുന്ന നല്ലതെന്ന് പറയുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ഇസ് ഗുഡ് ഫോർ ഹെൽത്ത്. ബൊക്കയിലെ 3 ഹേസൽനട്ടിന്റെ ഫില്ലിംഗുള്ള 3 ചോക്ലേറ്റ് ആയിരുന്നു. ജസ്റ്റ് 499 ഉള്ളൂ. ഫസ്റ്റ് ഔട്ട്ലെറ്റ് അവിടെ തന്നെ ഓഫീസൊക്കെ വരുന്നത്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ബെൽജിയം ക്രാഫ്റ്റഡ് ചോക്ലേറ്റ്സിൽ നമ്മുടെ കേരള സ്പൈസസ് എൻഹാൻസ് ചെയ്തിട്ട് വരുന്നതാണ്. അതാണ് നമ്മളൊരു സീക്രട്ട് വരുന്നത്. പിന്നെ ഇതില് ഇപ്പൊ കുറെ ചോക്ലേറ്റ് കണ്ട്. അതില് വൈറ്റ് ഉണ്ട്, മിൽക്ക്, ഡാർക്ക്. ഇതൊരു സ്പെഷ്യൽ ചോക്ലേറ്റ്, അതായത് 4th ടൈപ്പ് ചോക്ലേറ്റ്. ഇതോ? അല്ല, ഈ പിങ്ക് കാണുന്നത് അത് ശരിക്കും കളർ ആഡഡ് അല്ല, കൊക്കോയുടെ പ്യൂർ കളറാണ് വരുന്നത്. ഇതാണ് കൊക്കോയുടെ പ്യൂർ കളർ. ഇതൊക്കെ ഡ്രാഗീസ്. അതുപോലെ തന്നെ ഇതാണ് നമ്മൾ ഏറ്റവും വെറൈറ്റി വരുന്നത്. അതായത് ജാക്ക് ഫ്രൂട്ട്, പൈനാപ്പിള്, ചിക്കു, ബനാന. ഈ 4 വെറൈറ്റി വരുന്നത്. അതായത് സ്ലൈഡ് ചെയ്തിട്ടുള്ള, അല്ല ബോൾസ് അല്ല, അത് സ്ലൈഡ്സ് ആയിട്ട് വെച്ചിട്ട് അതിൽ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ടുള്ള, അതായത് ഓക്കം ഫ്രൈ ചെയ്തിട്ടുള്ളതാണ്. എണ്ണയിൽ വറുത്തതൊന്നല്ല. ഹെൽത്തി ഓപ്ഷനും കൂടി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതി. അതുപോലെ ഇത് 8 വെറൈറ്റിയിൽ ഡേറ്റ്സിൽ മാത്രമായിട്ട്. ഇതിൽ നമ്മൾ ഡേറ്റ്സിന്റെ സീഡ് കളഞ്ഞിട്ട് ഇതിൽ കാണുന്ന ഫില്ലിങ്സ് ഉണ്ട്. ഡാർക്ക് പിസ്താഷിയോ, അത് കഴിഞ്ഞ് മേലെ ചോക്ലേറ്റിന്റെ കോട്ടിങ് വരുന്നുണ്ട്. വാട്ടർ ഷുഗർ വരുന്നത്, സാഫ്രോൺ റോസിൽ ഇത് ഓരോന്ന്. ഇപ്പൊ ഇത് 360 വരുന്നുള്ളൂ, 400 അങ്ങനെ ഓരോന്ന്. യെസ്, അപ്പൊ ചുറോസ് വന്നു. ഞങ്ങൾ നേരത്തെ ഫോറമാളും ചുറോസ് വെച്ചിട്ടുണ്ട്. അതിനേക്കാളും കുറച്ച് ലെങ്ത് കുറവാണ് ഇതിന്. ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം. എങ്ങനെയുണ്ട്? അത്ര ക്രിസ്പല്ല, കുറച്ച് ചൂരിയോ. നമ്മൾ അന്ന് കഴിച്ചത് നല്ല ക്രിസ്പായിരുന്നു. എനിക്ക് തോന്നുന്നു ചൂട് ഓയിൽ ഫ്രയറിന്റെ ചൂട് കുറവായിരുന്നു. അന്ന് കുറച്ച് ഓയിലി ഫ്ലേവർ കൂടുതല. ഫ്രയറിന് ചൂട് കുറവായതുകൊണ്ട് അടിപൊളിയാണ്. അന്നത്തെ ആയിട്ട് കമ്പയർ ചെയ്തപ്പോ പക്ഷെ എനിക്ക് ക്രിസ്പി ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ക്രിസ്പി ആയിട്ട് തോന്നുന്നു. അപ്പൊ ഇന്നത്തെ ഫുഡ് അടി കഴിഞ്ഞു. നാളെ തൊട്ട് കട്ടഡായിട്ടാട്ടോ. And we are going back home. ശ്രീലങ്ക